ഞാൻ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ ക്രൈസ്റ്റ് അക്കാദമിയാണ്. ഇത് ഇവിടെ വലിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10,000 ചില്ലാൻ ആളുകൾ, അതായത് പ്രത്യേകിച്ച് യുവജനങ്ങൾ ഇവിടെ ഒന്നിച്ചുകൂടി വന്നിരിക്കുന്ന ഒരു വലിയൊരു സമയമാണ്. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നോക്കിയാൽ തന്നെ അറിയാം, ധാരാളം യുവജനങ്ങൾ, യുവാക്കളെ, കുഞ്ഞു പിള്ളേര്, അതുപോലെ തന്നെ ഫാമിലീസ്, ധാരാളം ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവരും ഒരു പ്രത്യേക വൈബിലാണ്. അതും ശ്രദ്ധിക്കേണ്ടത്, ഈ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന യുവാക്കളാണ് കൂടുതൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ്, ജമ്മു കാശ്മീർ, ഗുജറാത്ത്, നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ധാരാളം, അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന്, കർണാടക സ്റ്റേറ്റിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിലും, അതായത് ഇന്റർ കൾച്ചറൽ ആയിട്ടുള്ള ജീസസ് യൂത്തിന്റെ വലിയൊരു സംഗമമാണ് ജാഗോ, അതായത് അവേക്കൻ, എറൈസ് എന്നൊക്കെയാണ് ജാഗോ എന്ന് വെച്ചാൽ അർത്ഥം വരുന്നത്. ഈ ജാഗോയുടെ വേറൊരു പ്രത്യേകത, 2023 ജാഗോ ആദ്യമായി ആരംഭിച്ചത്. 2025 രണ്ടാമത്തെ പ്രാവശ്യമാണ് ജാഗോ നടത്തപ്പെടുന്നത്. 2023 ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായി ജാഗോ നടന്നത്. 2025 ക്രൈസ്റ്റ് അക്കാദമിയാണ്. നമുക്ക് ഇന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം, വളരെ വ്യത്യസ്തമായ പലതരം സ്റ്റോളുകൾ കാണാം. അതുപോലെ തന്നെ പിള്ളേര് പലതരം ആയിട്ടുള്ള ആർട്ട് വർക്കുകൾ നടത്തുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഏകദേശം ഒരു 5:30 ആവുമ്പോഴേക്കും ഏകദേശം വലിയൊരു മ്യൂസിക് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഈ വീഡിയോസ് ആണ് നമ്മളിപ്പോ, അതിന്റെ ചെറിയൊരു ഭാഗങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 28 ഡിസംബർ 2025 ഇത് ആരംഭിച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ, ധാരാളം യുവജനങ്ങൾ, യുവാക്കൾ, കൊച്ചുകുട്ടികൾ, ഫാമിലീസ്, അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, ഇങ്ങനെ ധാരാളം ആളുകൾ ജാഗോ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ജാഗോ പ്രോഗ്രാം വലിയൊരു വൈബ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് വൈകുന്നേരം മ്യൂസിക് നൈറ്റ് തന്നെ ഇവിടെ ഉണ്ട്. അതിൽ ധാരാളം യുവാക്കളുടെ സ്വന്തമായ സ്റ്റാളുകളുണ്ട്. അതുപോലെ അവരുടെ പ്രത്യേക പരിപാടികൾ പ്രത്യേകമായ രീതിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛന്മാരും വൈദികരും സെമിനാരിയൻ സിസ്റ്റേഴ്സ് ഒക്കെ ജാഗോ പ്രോഗ്രാമിൽ വളരെ സന്തോഷത്തോടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാം, ഈ വീഡിയോയിൽ കാണാം, ധാരാളം ആളുകൾ, യുവാക്കൾ, ലോകത്തിന്റെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന യുവാക്കൾ നമ്മുടെ കൂടെ ഇവിടെ ജാഗോ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സിസ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിസ്റ്റേഴ്സ്, ഹലോ സിസ്റ്റേഴ്സ്, ജാഗോനെ പറ്റി ഒരു 1-2 വാക്ക് സംസാരിക്കാമോ? എനിക്ക് ജാഗോ പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊരു ഇന്റർനാഷണൽ ഒരു പ്രോഗ്രാമാണ്. ആദ്യം തൊട്ട് അവസാനം വരെ വളരെ ഒരു പ്രത്യേക ഉള്ളിലൊരു സന്തോഷവും നല്ലൊരു അനുഭവമായിരുന്നു. ഒത്തിരി നന്ദി. താങ്ക് യു സിസ്റ്റർ. ഇവിടെ മാത്രമല്ല, നമ്മുടെ ധാരാളം ബിഷപ്പുമാര്, അതുപോലെ തന്നെ കർദിനാൾസ് ഒക്കെ ഇന്നത്തെ ജാഗോ പ്രോഗ്രാമിന് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാം, ഇവിടെ നോക്കി കാണാൻ ഒരു വലിയ സ്റ്റേജ് തന്നെ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിലാണ് കൂടുതലും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യുവാക്കൾ, കൊച്ചുകുട്ടികളൊക്കെ ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പ്രോഗ്രാം ഒക്കെ ആരംഭിക്കാറായിട്ടുണ്ട്. ഏകദേശം 5:30 ആരംഭിക്കാം എന്നുള്ള ചിന്ത. ഇന്ന് നടക്കുന്ന പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? എല്ലാം ചെയ്യാനുള്ള ഒരു തിരക്കിൽ തത്രപ്പാടിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജാഗോയെ കുറിച്ച് ഒരു 2 വാക്ക് പറയാമോ? ജാഗോ ഒരു ടുഗദർനെസ് ഫീലുള്ള ഒരു സ്ഥലമാണ്. എല്ലാവരും ഈശോനെ സ്നേഹിച്ച് ഇവിടെ ഒരുമിച്ച് കൂടുന്ന ഒരു അടിപൊളി സെലിബ്രേഷൻ ആണ്. ഓക്കെ, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? എറണാകുളം. നിങ്ങൾ ടിൻസ് ആണോ? അല്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത്ര ദൂരത്തുനിന്ന് ജാഗോ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കാരണം? ജാഗോ കോൺഫറൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫെലോഷിപ്പ്. പിന്നെ ഇത്രയും വലിയൊരു പ്രോഗ്രാം, കുറെ സ്ഥലത്തെ ആൾക്കാര്, അതിനൊരു ബ്യൂട്ടി ഉണ്ട്. നമ്മൾ ഇത്രയും പേര് പല സ്ഥലത്തെ ആൾക്കാര് കർത്താനെ കുറിച്ച് പറയുമ്പോൾ ഒരു ആ ഒരു ഇഷ്ടം കൊണ്ട്. ഓക്കെ, താങ്ക് യു. അച്ഛാ, ഗുഡ് ഈവനിങ്. ജാഗോയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വളരെ വൈബ്രന്റ് ആയിട്ടുള്ള പ്രോഗ്രാം, ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. വി ആർ ഓൾ ഹാപ്പി ടു ബി വിത്ത് ദം ആൻഡ് വി ആർ ഓൾസോ ഹാപ്പി. ഓക്കെ, എന്തുകൊണ്ടാണ് അച്ഛാ ജാഗോയിലേക്ക് പങ്കെടുക്കാൻ വരാൻ കാരണം? ഞാൻ അതിഥി തൊഴിലാളികളുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് അതിഥി തൊഴിലാളികളെ കുറിച്ച് നമ്മുടെ കാണുന്ന യുവജനങ്ങളോടൊക്കെ സംസാരിക്കണം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വരുന്ന അനേകം യുവാക്കളായിട്ടുള്ള അതിഥി തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരോട് കൺവേ ചെയ്യാനായിട്ട് നമ്മുടെ യൂത്തിനും സാധിക്കണം. കാരണം ആ ഒരു വൈബ്രേഷൻ കേരളത്തിൽ കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കാണുന്ന എല്ലാ യൂത്തിനോടും അതാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിഥി തൊഴിലാളികളുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് അവരെക്കുറിച്ച് അറിയാനും അവരോട് ഇടപഴകാനും നിങ്ങൾക്ക് സാധിക്കണം എന്ന് ഞാൻ അവരോട് പറയുന്നു. ഞാൻ കുറേ പേരോട് സംസാരിച്ചു. ഞാൻ കാലടി സമീക്ഷയിലാണ്, ജീവിക മൈഗ്രന്റ് വർക്കേഴ്സ് മൂവ്മെന്റ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്. അതുപോലെ തന്നെ കേരളത്തിലുള്ള ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. അതിഥി തൊഴിലാളി ജാഗോ അതിനുള്ള നല്ലൊരു വേദിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു, മനസ്സിലായി. അത് യെസ്, ഐ സ്റ്റിൽ കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, താങ്ക് യു.
അച്ചു, ഒരുപാട് നന്ദി. നമുക്ക് നോക്കുമ്പോൾ കാണാം ഇനിയും ധാരാളം യുവാക്കൾ ഇതിന്റെ പിന്നിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അച്ഛന്മാര് വൈദികർ ഇപ്പൊ അവരോടൊപ്പം മിങ്കിൾ ചെയ്തിരിക്കുന്നതാണ്. അച്ഛാ, ജാഗോയെ കുറിച്ച് 2 വാക്ക് പറയാമോ? കഴിഞ്ഞ ജാഗോ കൂടാൻ പറ്റിയില്ലായിരുന്നു, അന്നേരം സെമിനാറിലായിരുന്നു. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇപ്രാവശ്യം വരണമെന്ന്. സോ വന്നു, ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടൊരു ഇതാണ്. പിന്നെ അച്ഛന്മാരാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ യോയോ പ്രീസ് എന്നാണ് പറയുന്നത്. കാണുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, മാക്സിമം എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. സോ പുതിയ ആൾക്കാരെ കാണുന്നു, പുതിയ ആൾ ഈശോയെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ജാഗോ. ഓക്കെ, തീർച്ചയായിട്ടും. കഴിഞ്ഞ വർഷം 2023 അല്ലേ? കഴിഞ്ഞ 2 വർഷം. അപ്പൊ അച്ഛനായിട്ട് ശേഷം ആദ്യത്തെ ജാഗോയാണ്. മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അന്ന് വരാൻ പറ്റിയില്ല. പക്ഷെ അതിന്റെ എല്ലാം കൂടെ നമുക്ക് ഫുൾ ഇൻവോൾവ് ചെയ്ത് ഇപ്രാവശ്യം വരാൻ പറ്റി. അതിൽ വളരെ ഹാപ്പിയാണ്. ഏകദേശം 12,000 ചില്ലാൻ, അതായത് രജിസ്ട്രേഷന് തന്നെ ഏകദേശം 12,000 ചില്ലാൻ യുവാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. രജിസ്ട്രേഷൻ ആണ്. അതുകൂടാതെയുള്ള യുവാക്കൾ വേറെയുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരിയായിട്ട് ഈ പ്രാവശ്യം കൂടുതൽ യൂത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ജാഗോ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഈ പല സംസ്ഥാനങ്ങളിൽ നിന്ന് യൂത്ത് ഉണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് നിന്ന് യൂത്ത് ഉണ്ട്. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് യൂത്ത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നമുക്ക് അവരോടൊക്കെ 1-2 സംസാരം ചോദിക്കാം. ഓക്കെ, ഹലോ, ഹൗ ആർ യു? Will you please say something about Jago? How was your experience? It's going really amazing. It's going really amazing. Yeah. So, where do you come from? I am from West Bengal. West Bengal. So, why do you come from such long distance to Bangalore to experience Jago? To experience something new and meet new people and also experience the love of Christ. Yes, thank you. Actually, they are from West Bengal and they have come from a long distance, and therefore they have actually, in order to experience Jesus Christ and to mingle with the intercultural society and people around there, they have come from the long distance and enjoy in the soil of Bangalore. Okay, let's come to other people, and now it is about time. Okay, നമ്മുടെ മുമ്പില് മലയാളികൾ കുറച്ച് പിള്ളേരുണ്ട്. ബാംഗ്ലൂർ, അതെ, തമിഴുണ്ട്. അതെ. ഓക്കെ, ജാഗയെ കുറിച്ച് 1-2 സംസാരിക്കാമോ? 1-2 വാക്ക്. ജാഗോന്റെ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇത് നന്നായിട്ടുണ്ട്. കാരണം ഞാൻ ഇതുവരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കുറെ സംഭവങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. സോ ഇവിടെ വന്നത് നല്ലൊരു അനുഭൂതിയായിട്ട് തോന്നുന്നത്. സോ എല്ലാവരും പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഇനി വരുന്ന ജാഗോയിൽ നിങ്ങൾ എല്ലാവരും വരണം, കാണുന്നവരെല്ലാവരും എക്സ്പെക്ട് അൺഎക്സ്പെക്ടഡ്. Thank you. This is my second Jago and I love so much. I get new friends and all are asking me, where are you akka? I feel so happy. Again, I need to come. Yes, yeah. ഇവിടെ കാണാൻ കുറെ സ്ഥലങ്ങളുണ്ട്, ക്യൂട്ടായ പരിപാടീസ് ഉണ്ട്, എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. Okay. Shout for TN, shout from Tamil Nadu. Yes, shout from Tamil Nadu. Once again, 1, 2, 3, start. Yes, thank you. There are many number of people you can see here. നമ്മുടെ ഇതുപോലെ നമുക്ക് സ്റ്റോളിൽ ഇതിന്റെ ജനറൽ ടീം ഇവിടെയുണ്ട്. നമുക്ക് സ്റ്റോളിലേക്ക് ഒന്ന് പോകാം, അവരുടെ കുറച്ച് അഭിപ്രായം ചോദിക്കാം. സിസ്റ്റർ, ഒരു നിമിഷം, ജാഗയെ കുറിച്ച് 1-2 വാക്ക് സംസാരിക്കാമോ? ഒത്തിരി ഇഷ്ടമായി. ആദ്യമായിട്ടാണ് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ഒത്തിരി ഇഷ്ടമായി. ഒത്തിരി യൂത്തിനെ കാണാൻ പറ്റി. വൊക്കേഷൻസ് ഒക്കെ ഒത്തിരി കിട്ടി. അതാ ഒത്തിരി ഹാപ്പി ആയത്. എത്ര വൊക്കേഷൻസ് കിട്ടി പ്രാവശ്യം? കൂടി എന്നാല് ഒരു 5-8 കിട്ടിയിട്ടുണ്ട്. ഓ, ദാറ്റ് ഈസ് എ ഗ്രേറ്റ് നമ്പർ. ഇന്നത്തെ കാലഘട്ടത്തില് 8 വൊക്കേഷൻസ് ഒറ്റ പ്രോഗ്രാം കിട്ടാന്ന് വെച്ചാൽ വലിയൊരു നമ്പറാണ്. കഴിഞ്ഞ വർഷം ജാഗോയില് ഞാൻ കേട്ടനുസരിച്ച് 1500 വൊക്കേഷൻ ആണ്, അതായത് അച്ഛന്മാർ സിസ്റ്റേഴ്സ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്നതെന്നാണ് എനിക്ക് അറിവ് കിട്ടിയിരുന്നത്. ഇപ്രാവശ്യം 8 വൊക്കേഷൻസ് തന്നെ. ഏതാണ് സഭ? ഡൊമിനിക്കൻ, സെന്റ് ഡൊമിനിക്കൻസ് സഭയിലേക്കുള്ള ഉദ്യോഗ ആസ്പിറൻസ് അല്ലേ? ആസ്പിറൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. വലിയൊരു നമ്പറാണ്. അതുകൊണ്ട് ജാഗോയ്ക്ക് മിക്കവരും തന്നെ പേരെഴുതി അവര് റെഡിയാണെന്ന് പറഞ്ഞു. അതെ, എല്ലാവരും ഗ്രാജുവേഷന് +1 +2 പിന്നെ ഗ്രാജുവേറ്റ്. അതെ, ഗ്രാജുവേഷനിലാണെന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ്. നമുക്ക് താങ്ക് യു സിസ്റ്റർ. ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രോഗ്രാം ഒന്ന് സ്റ്റേജില്
സ്റ്റേജിൽ നടക്കുന്ന കുറച്ച് കലാപരിപാടികളാണ്. അതുപോലെ തന്നെ മ്യൂസിക് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ പല ഭാഗത്ത് വന്നിരിക്കുന്ന കലാകാരന്മാരാണ് ഈ മ്യൂസിക് ഫെസ്റ്റ് നടത്തുന്നത്. അതിനുശേഷം നടക്കുന്ന പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടത് ഭക്ഷണം കഴിക്കുക എന്നതാണ്. അതിനുശേഷം മിക്ക എല്ലാവരും പിരിയും. പിന്നെ കുറച്ച് ആൾക്കാർ ഒരു പക്ഷേ സ്റ്റോളിലോ അങ്ങനെയായിട്ട് നടക്കുമായിരിക്കും. കാരണം ഇതൊരു യൂത്തിൻ്റെ ഒരു ഉത്സവമാണ്. ഡിസംബർ 31 വരെയാണ് ഈ സമയം നമുക്ക് കിട്ടുന്നത്.